24,975 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 24,800 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അങ്ങനെ ഒരു ക്ലാരിറ്റിയുള്ള ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്തത് ഇന്ന് ഏകദേശം പറഞ്ഞാൽ ഒരു ബുള്ളിഷ് റഫറൻസിന്റെ ഭാഗത്തിന് ഓപ്പൺ ചെയ്ത് POC പൊട്ടി താഴേക്ക് ബെയറിഷ് റഫറൻസ് പൊട്ടി, പിന്നെ വീണ്ടും തിരിച്ച് കയറി POC അടിച്ചു, അവിടെ നിന്ന് വീണ്ടും പൊട്ടി ബെയറിഷ് റഫറൻസ് പൊട്ടി താഴേക്ക്. അങ്ങനെ ഒരു ബെയറിഷ് റഫറൻസ് താഴെയാണ് മിഡ് ക്യാപ്പും ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബെയറിഷ് റഫറൻസ് പൊട്ടി S1 ആദ്യം കിട്ടി, രണ്ടാമത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കയറി പോവുകയാണ് ചെയ്തത്. നിഫ്റ്റി ആണെങ്കിലും ബെയറിഷ് റഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയിട്ടില്ല, എന്നാൽ ആ ഒരു ഭാഗത്ത് ഇന്നലത്തെ POCയുടെ ഭാഗത്തും മറ്റേ കിടന്ന ആ ഒരു കളിയൊക്കെ തന്നെ അവനും കളിച്ചത്. ചുരുക്കി പറഞ്ഞ ഒരു മാർക്കറ്റ് ഇന്നലത്തെ POCയുടെ ഭാഗത്ത് നിന്ന് റിജക്ഷനോട് കൂടി താഴേക്ക് വന്ന ദിവസമായിരുന്നു. നിഫ്റ്റിക്കായാലും ബാങ്ക് നിഫ്റ്റിക്കായാലും മിഡ് ക്യാപ്പിനായാലും ഇന്നലത്തെ POCയുടെ ഭാഗത്ത് നല്ലൊരു ഹെവി സെല്ലിങ്ങിന്റെ ഒരു പ്രഷർ മാർക്കറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇന്നൊരു ആ ഒരു വൃത്തികേട രീതിയിലൊക്കെ ദിവസം നിങ്ങൾ നോക്കിയാൽ മതി. മിഡ് ക്യാപ്പ് ഒരു പ്യുവർലി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC ഒരു ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ. POC ഇന്നലത്തെ ഭാഗത്താണ് ക്ലോസ് 12,948 ഭാഗത്താണ് POC മിഡ് ക്യാപ്പിൽ വന്നേക്കുന്നത്. സോ നമുക്ക് ആദ്യം ഒന്ന് POC മാർക്ക് ചെയ്ത് വെക്കാം. മിഡ് ക്യാപ്പിന്റെ 12,948 വലിയ വ്യത്യാസം ഇന്നലത്തെ POC വലിയ വ്യത്യാസമൊന്നുമില്ല. 12,948 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 12,888 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 12,888 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിങ് ഇന്നലത്തെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ POC, സെക്കൻഡ് ടാർഗറ്റ് 790, തേർഡ് ടാർഗറ്റ് 740. എത്രയാണ്? 740 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് താഴത്തുള്ള ലെവൽസ്. അപ്വേർഡ് ലെവൽസ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് 13,020 മുകളിൽ മാത്രമേ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഹൈ 13,020 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഞാനൊരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. എത്രയാണ്? 13,030 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈയിങ് നമുക്ക് വേണമെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 13,112, സെക്കൻഡ് ടാർഗറ്റ് 13,188, തേർഡ് ടാർഗറ്റ് 13,219 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വലിയ ലെവലൊന്നും മാറ്റമില്ല. കാരണം മാർക്കറ്റ് ഈ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിച്ചുകൊണ്ട് ചെറിയ ബെയറിഷ് റഫറൻസ് താഴേക്ക് മാറ്റി, ബുള്ളിഷ് റഫറൻസ് താഴോട്ട് മാറ്റി, ബാക്കിയുള്ള ടാർഗറ്റ്സ് ഒക്കെ സെയിം ആയ രീതിയിൽ തന്നെയാണ് എനിക്ക് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നത്. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. ഇനി നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ, ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ഒക്കെ തന്നെയാണ്. ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് വന്നേക്കുന്നത്. ഒരു പ്യൂർലി ഒരു ബാലൻസ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. 56,095 ആണ് അവനെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ POC. 56,096, 56,095 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56,246 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. 56,246 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ ഫസ്റ്റ് ടാർഗറ്റ് 56,400 ഭാഗത്തേക്ക് വരാം, 56,400 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനും, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,555, 56,555 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,815 തേർഡ് ടാർഗറ്റ്. ഇത് പഴയ റെഫറൻസ് ലെവലാണ്, അപ്പൊ അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ബാങ്ക് നിഫ്റ്റിക്ക് അപ്സൈഡ് റെഫറൻസ് ലെവൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് 55,820 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. 55,820 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം ബാങ്ക് നിഫ്റ്റിയിൽ. അതാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,702, 55,700 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,700 ഭാഗത്തേക്ക്, 55,700 ഭാഗത്തേക്ക് വരാനും, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,490, 574, 55,574. എത്രയാണ്? 55,574. നമ്മുടെ പഴയ വാല്യൂ ഏരിയ ഹൈ ആണ്, ഇവിടുത്തെ വാല്യൂ ഏരിയ ഹൈ ആണ്. അത് താഴെ നിൽക്കുകയാണെങ്കിൽ 55,377. എത്രയാണ്?
55,377 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ലെവൽസ് കുറച്ചൊന്ന് മാറ്റി വെച്ച് ടാർഗറ്റ് മാത്രമേ ഒരു ചെറിയൊരു ചേഞ്ചസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ലെവൽസ് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വിത്ത് ഒരു ബാലൻസ് ഷേപ്പിലെ പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. നമ്മുടെ നിഫ്റ്റി, സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു 24,800 വരുമെന്ന് തമിഴിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 24,974 നിഫ്റ്റി പൊട്ടിയാൽ 24,800 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 24,800 പൊട്ടുകയാണെങ്കിൽ 24,975 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 24,800 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് നോക്കേണ്ട നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഒരു ഓപ്പൺ ഇന്നലത്തെ ഓപ്പണിന്റെ ഭാഗത്തിന് വന്നേക്കുന്ന ഒരു OA OR അല്ലെങ്കിൽ OA ഓപ്പൺ ഓപ്ഷൻ സ്ട്രക്ചർ ആയിരുന്നു. ഇന്ന് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. അവർ ഇന്നലത്തെ ഹൈ 25,200 ഭാഗത്ത് സ്റ്റിഫ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി അപ്സൈഡ് റെഫറൻസ് ഇപ്പോഴും സെയിം ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,205 മുകളിൽ തന്നെയാണ് നിഫ്റ്റിയിൽ ബൈ. അത് ഇന്നലത്തെ സെയിം ലെവൽ ടാർഗറ്റ് ആണ് 25,248, 25,291, 25,357 ആണ്. ഈ ഡൗൺവേർഡ് ടാർഗറ്റ് മാത്രമേ നമുക്കൊരു ചേഞ്ചസ് ഉള്ളൂ. ആ ഡൗൺവേർഡ് ടാർഗറ്റിന്റെ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഞാൻ 24,975 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് 24,975 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,916 എത്രയാണ്? 24,916, 24,916 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,849 എത്രയാണ്? 24,861. സെക്കൻഡ് ടാർഗറ്റ് 24,861 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 24,861, 24,861 ഭാഗത്തേക്ക് വരാനും. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 24,817 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് 24,800 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 24,975 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഈ POസിന്റെ ഭാഗത്തേക്ക്, കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന POസിന്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ, ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായി. ഇപ്പൊ ഈ ലെവൽസ് ഒക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മെന്ററിംഗ് ഗ്രൂപ്പിൽ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട്, നല്ല ആൾക്കാർ, ഓരോ ആൾക്കാരും ടേൺ അറൗണ്ട് ആയിട്ട് നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് പോകുന്ന കാണാൻ വളരെ ഹാപ്പിയോട് ഇരിക്കുകയാണ്. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ മെന്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് പ്രോഫിറ്റബിൾ ലോസ് അല്ല, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള എല്ലാവിധ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നതൊരു സന്തോഷത്തോടെ ഞാൻ വീഡിയോയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ടിപ്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.